ഒരു ചോദ്യം സാർ. അന്നത്തെ ആ കൊരങ്ങിന്റെ ആ മീറ്റിംഗിൽ സാറ് പറഞ്ഞു ഇവിടെ ആറാട്ടിനെ ഞാൻ സ്ഥിരമായിട്ട് ഇട്ടിട്ടുണ്ട്, അവര് വന്നിട്ട് നോക്കിക്കൊള്ളുന്നു. സാർ ആറാട്ടികൾ എന്താ ചെയ്തറിയോ? 2-3 പേര് വണ്ടിയിൽ ആ റോഡ് സൈഡിൽ 2 പടക്കം പൊട്ടിച്ചങ്ങ് പോയി. ഓരോരുത്തർ ഇവിടെ എങ്ങനെ ജീവിക്കുന്നത് നിങ്ങൾക്ക് വല്ല ലക്ഷ്യം അറിയോ? പാവപ്പെട്ട ഒരു 600 രൂപയ്ക്ക് കൂലിക്ക് പണിയെടുത്ത് വീട്ടിൽ വെച്ച് വരുമ്പോൾ രണ്ടാമതും അരി സാധനങ്ങൾ വാങ്ങിക്കേണ്ട ഇതിലല്ലേ? എന്ത് നടപടിയാ സാറേ എടുത്തത്? നിങ്ങൾ ആറാട്ടി എവിടെ? ഇല്ല, ഇതെന്താണെന്ന് വെച്ചാലേ ഇല്ല, അതല്ല എനിക്ക് മനസ്സിലായി. നമ്മളൊക്കെ ഇല്ല, നിങ്ങൾ ഇങ്ങനെയൊക്കെ കുരങ്ങിനായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, അന്നത്തെ മീറ്റിങ്ങിനെ തുടർന്നിട്ട് നമ്മൾ അതെടുത്തിട്ട് ഓർഡർ കിട്ടി. നമുക്കിപ്പോ 2 ആഴ്ച ഓർഡർ കിട്ടിയിട്ട് കൂടെന്ന് വെച്ചാൽ എല്ലായിടത്തും, ഇവിടെ മാത്രമല്ല കുരങ്ങ് ശല്യം എല്ലായിടത്തും ഉണ്ട്. നമ്മളെ കൂടുകൾ എല്ലായിടത്തും പലയിടത്തും വയ്ക്കുക. നമ്മളെ ഒന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ അവര് പറയും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയും. ഇനി വേറെ കൂടുകൾ വേറെ എടുത്ത് കൂടുതൽ വേണം. അതൊക്കെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. നിങ്ങൾ കുരങ്ങിന്റെ അല്ല ഇതിലേക്ക് വഴിമാറിപ്പോണ്ട ബിജോട്ടാ. കുരങ്ങൊക്കെ പിന്നീട് വരട്ടെ. എടാ ഫൈസൽ, ഈ വിഷയത്തിൽ ഇവർ മറുപടി പറയട്ടെ. ഇവർ ഡൈവേർട്ട് ചെയ്ത് പോകണം. ഇവർ ഡൈവേർട്ട് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ നിൽക്കണ്ട. നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാം. ഡൈവേർട്ട് ചെയ്ത് പോകുന്ന പ്രശ്നങ്ങളെ അതല്ല, നമ്മള് ഇതിനൊക്കെ പഞ്ചാരക്കൊല്ലിയിൽ ശക്തമായ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. അവിടെ ഡിഎഫ്ഒയെ തടഞ്ഞിരിക്കുകയാണ്. കടുവയെ കൂട്ടിൽ പിടിച്ചു കൊണ്ടുപോകാൻ അനുവദിക്കില്ല, വെടിവെച്ച് തന്നെ കൊല്ലണം എന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്.